നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ അശ്വതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കുക. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം 3-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴം 4-ാം ഭാവത്തിലേക്ക് മാറിയപ്പോൾ ചെറിയൊരു അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്കൊക്കെ യോഗം ഉണ്ടെങ്കിലും പരിപൂർണമായിട്ട് അത് അനുഭവിക്കാൻ യോഗമില്ലാത്തൊരവസ്ഥയുണ്ട്. കാരണം മിഥുനൻ രാശിയിൽ നിന്ന വ്യാഴം രാഹുവിനെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് നാഗദോഷത്തിൻ്റെ കാഠിന്യം കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ വ്യാഴത്തിന് മാറ്റം വന്നപ്പോൾ നാഗദോഷം കുറച്ച് പ്രബലമായിട്ടുണ്ട്. അതുപോലെ തന്നെ ബാധകാധിപതി 12-ൽ നിൽക്കുന്നത് ശനിയാണ്. അപ്പോൾ രണവാൻ എന്ന് പറയുന്ന രീതിയിൽ വരുമാനത്തിൽ കുറവുണ്ടാകുക, ബാധ്യതകൾ വർദ്ധിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ്. അപ്പോൾ സ്വയം മുന്നിട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്താൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ പോലും 12-ലെ ശനിയും 2-ലെ ചൊവ്വയും ലഗ്നത്തിനൊരു പാവമധ്യസ്ഥിതി എന്ന് പറയുന്നൊരു ബന്ധനം ലഗ്നത്തിന് വന്നു. ലഗ്നാധിപതി രക്ഷാസ്ഥാനത്തുണ്ടെങ്കിൽ അപ്പം അങ്ങനെയുള്ളത് കാരണം സ്വതന്ത്രമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചില സമയത്ത് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സം ഉണ്ടാകുക, അതിൽ ഇത്തിരി വാശിയും ദേഷ്യം എടുത്തിട്ടൊക്കെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ സൗമ്യമായിട്ട് വൃത്തിയായിട്ട് സംസാരിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക. മാത്രമല്ല വീട് വിട്ട് നിൽക്കാനുള്ള യോഗമാണ്. വീട്ടിലിരിക്കുമ്പോൾ ദേഷ്യം എടുത്തിട്ടൊക്കെ കുറച്ച് വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവാധീനം നല്ലൊരു പരിപൂർണമല്ല, നല്ല വ്യാഴമാണ്. എങ്കിൽ പോലും കുടുംബ സംബന്ധമായിട്ട് ചിന്തിക്കുന്ന സമയത്തൊരു ശുഭയോഗം കൂടി അവിടെ വന്നു എന്ന് പറയുന്നൊരു ഗുണമുള്ളത് കാരണം കൊണ്ട് വലിയ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാരണവശാലും ലോണ് പോലെയുള്ള കാര്യങ്ങൾ കടം മേടിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണ് ഈ മാസം. മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകാതെ എടുത്തിയായിട്ട് സംസാരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാഗദോഷമുള്ള സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നാഗത്തിന് നാഗപൂജ ചെയ്യുകയോ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ചെയ്യുകയോ ചെയ്യുക. കാരണം എന്ന് വെച്ചാൽ 5-ൽ നിൽക്കുന്ന കേതുവാണ്. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഹൃദയസ്ഥാനത്തുള്ള രോഗാവസ്ഥ കാര്യങ്ങൾ, കഫക്കെട്ട്, അലർജി പോലെയുള്ള വിഷയങ്ങൾ ഒക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൊരു സമയമാണ്. പക്ഷേ എവിടെ ചെന്നാലും നല്ല സഹായങ്ങൾ കിട്ടാൻ യോഗമുണ്ട്. സുഹൃത്ത് ഗുണം, സഹോദര ഗുണം, സഹായങ്ങൾ കിട്ടുക, അയൽവക്കത്തിൽ നിന്നും വീടിന് സമീപത്തുള്ളവരിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഗുണഫലങ്ങളും ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ബന്ധനദോഷം, രണവാൻ എന്ന് പറയുന്ന വരുമാനത്തിൽ കുറവും ചിലവ് വർദ്ധിക്കുകയും ചെയ്യുക, ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നാഗദോഷ പരിഹാരം ചെയ്യണം. അയ്യപ്പക്ഷേത്രത്തിൽ 7 ശനിയാണല്ലോ, അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം. അപ്പോൾ നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ വലിയ ദോഷമില്ലാതെ ഈ മാസം മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പിന്നെ നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജയും കേതുപൂജയും ശനിപൂജയും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും കൂടി വേണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.